അയ്യമ്പള്ളി മൈത്രി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ 15ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കെ ശശിയുടെ വസതിയിൽ നടന്ന വാർഷിക പൊതുയോഗം മുനമ്പം SI TB ബിപിൻ ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനമുണ്ട്. ഒരു 15 വർഷമായി ഒരു റെസിഡൻസ് അസോസിയേഷൻ അവിടെ നല്ല സാന്നിധ്യം, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിലുണ്ട്. ഓൾറെഡി ഈ വനിതാ സാന്നിധ്യം കൂടുതലാണ്, മെൻ സാന്നിധ്യം വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു. എന്നാൽ പോലും നല്ല രീതിയിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ വിളിച്ചു കൂട്ടാനും അതിലേക്ക് എന്നെ വിളിക്കാനും നന്ദിയെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. നമ്മളെ സംബന്ധിച്ചോളം ഒരു കോവിഡ് കാലം കഴിഞ്ഞു, അങ്ങനെ വിവിധ മേഖലകൾ കഴിഞ്ഞുകൊണ്ട് തന്നെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പോകുന്ന സമയത്തും നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ എല്ലാ കുടുംബങ്ങളുമായിട്ടും ബന്ധം പുലർത്തിയതുകൊണ്ടും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുമായി നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുകയും പൂർണ്ണമായിട്ട് വിനിയോഗിച്ചില്ലെങ്കിലും നമ്മുടെ ഇത്ര വർഷത്തെ കാല പ്രവർത്തനമുണ്ട്. ഒരു അടുക്കും ചിട്ടയോടുകൂടിയുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും ആ അടുക്കും ചിട്ടയോടുകൂടി തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളും സഹകരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ ഈ അതിർത്തികളിൽ നമുക്ക് പല സംഭവവികാസങ്ങൾ നടന്നെങ്കിലും നമ്മുടെ ഈ പ്രസ്ഥാനം മൈത്രി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ കുഴിപ്പള്ളി പഞ്ചായത്തിന്റെ 4ാം വാർഡില് ഏതാണ്ട് അന്ന് 36 കുടുംബങ്ങളാണെങ്കിൽ ഇന്ന് 49 കുടുംബങ്ങളുടെ അടുത്തുണ്ട്. ചടങ്ങിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും അബാക്കസ് ക്ലാസ്സിൽ വിജയിച്ച കുട്ടികളെയും ക്യാഷ് അവാർഡും മെമ്മന്റോയും നൽകി ആദരിച്ചു. തുടർന്ന് അബാക്കസ് ക്ലാസിനെ കുറിച്ച് MB ഉഷാദേവി വിശദീകരിച്ചു. അപെക്സ് സെക്രട്ടറി CK ബാബു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.